The charged particles enters at an angle theta with the magnetic field. നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇപ്പം നമ്മൾ ആദ്യം ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൻ്റെ വാല്യൂ ബി ആയിട്ട് എടുക്കുന്നു. ഇനി നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോണത് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി വി ആണ്. അത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ തീറ്റ ആംഗിളിലാണ് ഈ വെലോസിറ്റിയുടെ കിടക്കുന്ന വെലോസിറ്റി വെക്ടർ കിടക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഈ വെലോസിറ്റി നമുക്ക് രണ്ട് കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതിലൊരു കമ്പോണൻ്റാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അതാണ് ഞാൻ വരച്ചത്. അത് നമുക്കറിയാൻ പറ്റും വി കോസ് തീറ്റ എന്നറിയാൻ പറ്റും. കാരണം എന്താണ്, തീറ്റ ഇവിടെ ആകുമ്പോൾ ഇത് അഡ്ജസ്റ്റന്റ് സൈഡാണ്. അഡ്ജസ്റ്റന്റ് സൈഡ് ആകുമ്പോൾ വി കോസ് തീറ്റയാണ്. അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അപ്പോൾ അതിന് നമുക്ക് വി സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഈ വെലോസിറ്റിയെ നമ്മൾ രണ്ട് കമ്പോണൻറ്റുകളാക്കി മാറ്റി. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ് വി കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണൻ്റാണ് വി സൈൻ തീറ്റ. ഇത് നീല കളറിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൽ തീറ്റ ആംഗിൾ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസിൻ്റെ രണ്ട് കമ്പോണൻ്റ് നമ്മൾ എഴുതി. നമ്മൾ മുന്നിൽ പഠിച്ചിട്ടുണ്ട് ഇതിലെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വി സൈൻ തീറ്റ നിൽക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ്, അതായത് തീറ്റ 0 ഡിഗ്രിയിലാണ് എന്ത് നിൽക്കുന്നത്, വി കോസ് തീറ്റ നിൽക്കുന്നത്. പെർപെൻഡിക്കുലർ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് സർക്കുലർ മോഷൻ വിധേയമാകും. അങ്ങനെയാണെങ്കിൽ വി സൈൻ തീറ്റ കമ്പോണന്റ് കൊണ്ട് ഈ പാർട്ടിക്കിൾ സർക്കുലർ മോഷന് വിധേയമാകും. അതേസമയത്ത് തന്നെ വി കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആംഗിളാണ് നിൽക്കുന്നത്. അപ്പോൾ വി കോസ് തീറ്റ കമ്പോണന്റ് ഉണ്ടാകുന്ന ഫോഴ്സ് ഇത്ര നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എഫ് ഈക്വൽ ടു, ആ ഫോഴ്സ് കാണുന്ന ഫോർമുല എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വി കോസ് തീറ്റ ഇൻറ്റു ബി ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്നത് വി ബി സൈൻ തീറ്റയാണ്. അപ്പോൾ തീറ്റ 0 ആയതുകൊണ്ട് ഇവിടെ 2 തീറ്റ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വെലോസിറ്റി കമ്പോണൻ്റ് ആണ് വി കോസ് തീറ്റ, അതായത് ഈ വിയുടെ സ്ഥലത്താണ് നമ്മൾ വി കോസ് തീറ്റ എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ എഴുതുന്ന വി ബി സൈൻ തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഈ ആംഗിളാണ്. അത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, തീറ്റ 0 കൊടുക്കുന്നതുകൊണ്ട് ഈ ഫോഴ്സ് 0 എന്ന് കിട്ടി. അതായത് ഈ കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ മേലെ ഫോഴ്സ് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ വൈ കോസ് തീറ്റയുടെ ഡയറക്ഷൻ മാറുന്നില്ല. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ആ ഡയറക്ഷൻ മാറുന്നെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് ഡയറക്ഷൻ മാറി അത് സർക്കുലർ മോഷൻ ആവും. അപ്പോൾ ഈ കമ്പോണൻറ്റ് പെർപെൻഡിക്കുലറായി നിൽക്കുന്നതുകൊണ്ട് ഈ കമ്പോണൻറ്റ് കൊണ്ട് ഈ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ വിധേയമാവുകയും ഈ കമ്പോണൻറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, കാരണം ഫോഴ്സ് 0 ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കമ്പോണൻറ്റ് സർക്കുലർ മോഷനും മറ്റൊരു കമ്പോണൻറ്റ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആകുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് മോഷനാണ് ഞാൻ ഇനി വരയ്ക്കാൻ പോണത്. അത് വട്ടം കറങ്ങുകയും നേരെ പോവുകയും ചെയ്യും. അപ്പോൾ ഒരു വട്ടം കറങ്ങി ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ കറങ്ങി വരുന്നു. അതിൻ്റെ ഒപ്പം അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് നേരെ മൂവ് ചെയ്യും. ഇത്തരത്തിലുള്ള മോഷനാണ് കിട്ടുക. അതായത് ഇത് ഈ മോഷനെ നമ്മൾ ഹെലിക്കൽ മോഷൻ എന്നാണ് പറയുക. ഇതാണ് ഹെലിക്കൽ മോഷൻ. ഇവിടെ സർക്കുലർ മോഷൻ ഉണ്ടാക്കുന്നത് വി സൈൻ തീറ്റയും സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉണ്ടാക്കിയത് വി കോസ് തീറ്റയാണ് ഉണ്ടാക്കിയത്. അപ്പം നമുക്കറിയാൻ പറ്റും ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തതിനുള്ളിൽ ഇത് സഞ്ചരിക്കുന്ന ദൂരം ഞാൻ മാർക്ക് ചെയ്യാൻ പോണ്. ഇവിടെ തുടങ്ങുകയാണ്, ഈ പോയിന്റിൽ തുടങ്ങി ഇതാ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോൾ എന്തായി, ഒരു സർക്കുലർ മോഷൻ തുടങ്ങി ഈ പോയിന്റിൽ എത്തുമ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റി, ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിച്ച് ഡിസ്റ്റൻസ്. അപ്പം എന്താണ് പിച്ച് ഡിസ്റ്റൻസ്? പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷനുള്ളിൽ അത് സഞ്ചരിക്കുന്ന
ദൂരമാണ്, ഹൊറിസോണ്ടലായിട്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിച്ച് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണാൻ പോണത്. അപ്പോൾ പിച്ച് ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താണ്? അതിൻ്റെ ഈ ഡയറക്ഷനിലെ വെലോസിറ്റി വി കോസ് തീറ്റ. വി കോസ് തീറ്റ കൊണ്ടാണ് അത് പിച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ വി കോസ് തീറ്റ ഇൻറ്റു ടൈമാണ്. എത്ര സമയം എടുത്തു നോക്കുക, അത് കറങ്ങി വരാൻ എത്ര സമയം എടുത്തു, ആ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പിച്ച് ഡിസ്റ്റൻസ് കിട്ടും. വി കോസ് തീറ്റ ഇൻറ്റു ടി. ടി എന്ന് പറയുന്നത് ഒരു വട്ടം കറങ്ങാൻ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇവിടെ ഒരു വട്ടം കറങ്ങാന്ന് പറയുന്നത് ഇതാണ്, വി സൈൻ തീറ്റ കൊണ്ടാണ് കറങ്ങുന്നത്. ആ കറങ്ങാൻ ആവശ്യം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു വട്ടം കറങ്ങാൻ ആവശ്യമായ ടൈം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 2πm/qb ആണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഒരു ഫോർമുലയാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയം 2πm/qb ആണ്. അപ്പോൾ പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി വി കോസ് തീറ്റയാണ്. ടൈം എന്ന് പറയുന്നത് 2πm/qb ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? പിച്ച് ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ഇത്ര ഹെലിക്കൽ മോഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ തീറ്റ ആംഗിൾ ആകുമ്പോൾ രണ്ട് കമ്പോണന്റ് ഉണ്ട്, ഒന്ന് വെർട്ടിക്കൽ മറ്റൊന്ന് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ കമ്പോണന്റ് കൊണ്ട് അത് സർക്കുലർ മോഷന് വിധേയമാകും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യാൻ നോക്കും. അപ്പോൾ കമ്പൈൻഡ് മോഷനാണ്. സർക്കുലർ മോഷനും അതോടൊപ്പം തന്നെ സ്ട്രേറ്റ് ലൈനും മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് ഹെലിക്കൽ മോഷനാവും. ആ മോഷനാണ് ഞാനിവിടെ വയലറ്റ് കളറിൽ വരച്ചിരിക്കുന്നത്. പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ സഞ്ചരിക്കുന്ന ദൂരമാണെന്ന് പറഞ്ഞു. അത് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി വരയ്ക്കുകയാണ്. ഞാനിപ്പോൾ സർക്കുലർ മോഷനാണ് കാണിക്കുന്നത്. ഇങ്ങനെ വന്ന് അത് ഇവിടെ എത്തും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടേക്ക് എത്തുന്ന ഈ ഡിസ്റ്റൻസ് ആണ് പിച്ച് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടത്. അത് കാണുന്നത് എങ്ങനെയാണ്? ഈ വി കോസ് തീറ്റ കൊണ്ടാണത് ഈ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം ഈ വി സൈൻ തീറ്റയാണ്. ആ വി സൈൻ തീറ്റ കൊണ്ട് അതിൻ്റെ വേണ്ടി വരുന്ന സമയം, അതായത് ഒരു റൊട്ടേഷനോടെ സമയം 2πm/qb ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി വി കോസ് തീറ്റയാണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് പിച്ച് ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണ് പിച്ച് ഡിസ്റ്റൻസ് വി കോസ് തീറ്റ ഇൻറ്റു 2πm/qb വന്നത്. 2πm/qb എന്ന് പറയുന്ന ഒരു ടേം, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയമാണ്. അത് നമ്മൾ മുന്നിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ റെഫർ ചെയ്യുക. എന്തെങ്കിലും ഇവിടെ സംശയം വന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ പോർഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി.